എൻ്റെ UPSC പ്രിപ്പറേഷൻ ഞാൻ തുടങ്ങിയത് കോളേജ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ്. ഞാൻ ഇക്കണോമിക്സിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് എന്നിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം സിവിൽ സർവീസ് എന്നുള്ളൊരു എയിം ആക്ച്വലി വളരെ ചെറുപ്പകാലം തൊട്ടുള്ള ഒരു എയിം ആയിരുന്നു. അപ്പം കോളേജ് കഴിഞ്ഞിട്ട് സിവിൽ സർവീസിലേക്ക് പോകണമെന്ന് ക്ലിയർ ആയിട്ടുള്ളൊരു എയിം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ കോളേജ് ഗ്രാജുവേഷൻ വരെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ സിവിൽ സർവീസിലേക്ക് പോയത്. അതിന് പ്രധാനമായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദർ ഒരു ഗവൺമെൻറ് സർവൻ്റ് ആയിരുന്നു. ഫാദർ സ്റ്റേറ്റ് സർവീസിലായിരുന്നു. അപ്പോൾ അങ്ങനെ ചെറുപ്പകാലം തൊട്ടേ ഈ ബ്യൂറോക്രസിയും അഡ്മിനിസ്ട്രേഷനും ഒക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യമായിരുന്നു. അത് വളരെ താല്പര്യമുള്ളൊരു കാര്യം കൂടായിരുന്നു. പിന്നെ ഞാൻ താമസിച്ചിരുന്നത് ഡൽഹിയിലെ കേരള ഹൗസിലായിരുന്നു. അങ്ങനെ ഒരുപാട് IAS ഓഫീസേഴ്സിനെയൊക്കെ ചെറുപ്പകാലത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പം അതേപോലെ ആവണമെന്നുള്ളൊരു ആസ്പിറേഷൻ ഉള്ളത് കൊണ്ടാണ് ഈ സിവിൽ സർവീസ് എന്നുള്ളൊരു ഈ ഒരു രംഗത്തിലേക്ക് പോകാൻ കാരണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടായിരിക്കും അതിനൊരു പെർഫെക്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആസ് എ ബിഗിനർ.